ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു മാൽവാനി ക്രാബ് കറിയാണ്. ക്രാബ്, ഞണ്ട്, കേക്കട ഇവ കൊണ്ടുള്ള ഒരു കറിയാണ്. ഇവിടെ മാൽവാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊങ്കൺ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര, ഗോവ, വെസ്റ്റ് കർണാടക ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്. ഇവിടെ ഞാനതിന് വേണ്ടി ഏകദേശം 1/2 കിലോയിലധികം ഞണ്ട് എടുത്തിട്ടുണ്ട്. ഞണ്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് ഇതിൻ്റെ തോട് മാത്രം പൊട്ടിച്ചിട്ടാണ്, തോടും കാലും മാത്രം അടർത്തിയെടുത്തിട്ടാണ് കിട്ടിയത്. അതിൻ്റെ എഗ്ഗാണ് ഇത് ഇവിടെ കാണിക്കുന്നത്. അത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. കാല് നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി കൈകൾ ഞാൻ ഈ കറികളിലേക്ക് ചേർക്കുന്നില്ല, എന്നാലും കൈകൾ ഞാൻ അടർത്തി മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ മാംസളമായ ഭാഗം മാത്രമാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ചെറിയ തൂവൽ പോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം, അതെല്ലാം നീക്കം ചെയ്ത് കൊടുക്കണം. വൃത്തിയായി കഴുകിയെടുക്കാനും മറക്കരുത്. ചില ഞണ്ടിൽ കുറച്ച് പൂഴിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വൃത്തിയായി കഴുകിയെടുക്കണം. മാംസളമായ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ഇവിടെ കാൽ എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ മുനയുള്ള ഭാഗങ്ങളൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ബാക്കി ഭാഗത്ത് ഒരു ചെറിയ ഭാരമുള്ള സാധനം കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. മസാലകൾ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തത്. ഇതിൻ്റെ മുട്ട ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല, അത് പ്രത്യേകം തന്നെ നിങ്ങൾക്ക് തോരനാക്കി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മാംസളമായ ഭാഗങ്ങളും കുറച്ച് കാലിൻ്റെ കഷ്ണങ്ങളുമാണ് ഞാൻ ഈ മാൽവാനി കറിയിലേക്ക്, ക്രാബ് കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഗോവ, കൊങ്കൺ ഭാഗത്തുള്ള വെസ്റ്റ് കർണാടകയുടെ ആ ഭാഗത്തുള്ള പ്രത്യേകതരം, അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രത്യേകതരം കുക്കിംഗ് സ്റ്റൈലാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇവ മസാല ചേർത്തൊന്ന് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മസാലകൾ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കണം. കുറച്ച് തേങ്ങ വറുത്തരക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് നാളികേരം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നാളികേരം ഇങ്ങനെ പതുക്കെ വറുത്ത് കൊടുത്താൽ മതി, ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ ബ്രൗൺ കളറാവും. കുറച്ച് ബ്രൗൺ കളറായതിന് ശേഷം മാത്രം മറ്റുള്ള മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ ഭാഗം മാത്രം മതി, അരമുറി മാത്രം മതി. ഹാഫ് ഓനിയൻ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി കൊറിയാണ്ടർ സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, മല്ലിപ്പൊടിയല്ല ഉപയോഗിക്കുന്നത്. കൊറിയാണ്ടർ സീഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളുത്ത എള്ള് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുള്ളവരുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെളുത്ത എള്ള് ചേർത്താൽ കറിക്ക് പ്രത്യേക ഒരു സ്വാദായിരിക്കും. ഉണ്ടെങ്കിൽ എല്ലാവരും ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. വേണമെങ്കിൽ ഇനി ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. 2 ടേബിൾ സ്പൂൺ മല്ലിയും ഇവിടെ ചേർത്തിട്ടുണ്ട്. കൊറിയാണ്ടർ സീഡ്സ് ആണ് ചേർത്തത്. ഇതൊക്കെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ നൽകുന്നതായിരിക്കും. ഇത് നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായി. അതിന് ശേഷം മിക്സറിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇത് തണുക്കാനായി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ഉള്ളി, ഒരു വലിയ സൈസ് തക്കാളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, 3 പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. മീൻകറിക്കെല്ലാം ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്.
കറിക്കൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഉള്ളിയും മറ്റും ആദ്യം ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി, പച്ചമുളക് ഇവയൊന്ന് ചേർത്തൊന്ന് കുറച്ച് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ കുറച്ച് ഉപ്പ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള ഞണ്ട് കറിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ കേരള സ്റ്റൈലിലുള്ള ഞണ്ട് കറിയാണ് പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കുറച്ച് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ എണ്ണയൊന്നും അധികം ഓയിലൊന്നും ആവശ്യമില്ല. ഒരു പ്രത്യേകതരം ടേസ്റ്റും രുചിയും ഒക്കെയാണ് ഇതിന്. ഇങ്ങനെയുള്ള ഈ കൊങ്കണി സ്റ്റൈലിലുള്ള ക്രാബ് കറി, മാൽവാനി ക്രാബ് കറി, മാൽവാനി ക്രാബ് ഭക്ഷണങ്ങൾ കിട്ടുന്ന പ്രത്യേക ഹോട്ടലൊക്കെ മഹാരാഷ്ട്രയുടെ പല ഭാഗത്തുമുണ്ട്, മുംബൈയിലും മറ്റുമുണ്ട്. കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വറുത്തരക്കാൻ പോകുന്ന കറി തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അങ്ങനെ ചേർത്തില്ല, എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. തക്കാളി ഒന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്ന് തക്കാളി വേവാനായിട്ട് അടച്ചു വെക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞു. തക്കാളി വെന്ത് കഴിഞ്ഞു. നമുക്ക് തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി നല്ലവണ്ണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ആ ജാറ് കഴുകി ഒന്ന് ചേർത്ത് കുറച്ചും കൂടി ലൂസാക്കിയെടുക്കാം. ഇത് തിളച്ച് വറ്റി വരുമ്പോൾ കറി കട്ടിയുള്ളതായിരിക്കും. ഒരു കട്ടി ഗ്രേവിയൊക്കെ ഉള്ളതായിരിക്കും. അധികം വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ, ക്രാബിൻ്റെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹിന്ദിയിൽ ഇതിന് കേക്കട എന്നാണ് പറയുന്നത്. മാൽവാനി ക്രാബ് കറി നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മാൽവാനി ക്രാബ് കറിയാണ്. ഇത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് ചുറ്റിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റോളം വേവാൻ അനുവദിക്കാം. ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവാൻ അനുവദിക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആഴിക്കഴിഞ്ഞു. നല്ലവണ്ണം കറിയൊക്കെ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലവണ്ണം അതിലേക്ക് പിടിക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നോർമലി നമ്മൾ കേരള സ്റ്റൈൽ ക്രാബ് കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മല്ലിയിലയൊന്നും ഈ സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല.
ഇതൊക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും വീണ്ടും ഉണ്ടാക്കണമെന്ന് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി മസാലകൾ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ക്രാബ് കറി ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ചുമന്ന നിറത്തിൽ, നല്ല അധികം ഓയിലൊന്നും ഉപയോഗിക്കാത്ത നല്ല ഒരു മാൽവാനി ക്രാബ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കറിയുടെ രുചിയും ഒരു പ്രത്യേക ഫ്ലേവറും മണവുമൊക്കെയാണ് ഇതിന്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് വേണം.